സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 9 ശ്ലോകം 32 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ് ചതുശ്ലോകി ഭാഗവതം വർണ്ണിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്നും ആവിർഭവിച്ച ബ്രഹ്മാവ് താനാര്, തൻ്റെ കർത്തവ്യമെന്ത്, തൻ്റെ ഉത്പത്തിക്ക് നിദാനമെന്ത് തുടങ്ങിയ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ ചുറ്റും വ്യാപിച്ച ജലത്തിൻ്റെ പ്ലുതശബ്ദം തന്നോട് തപസ്സു ചെയ്യാൻ നിർദ്ദേശിച്ചതായി അനുഭവപ്പെട്ടു. തുടർന്ന് 10,000-ഓളം വർഷം ബ്രഹ്മദേവൻ തപസ്സു ചെയ്തു. പ്രസന്നനായ ഭഗവാൻ ബ്രഹ്മാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വേദത്തെ ഉപദേശിച്ചു. നിസ്സംഗനായി കർമ്മം ചെയ്യുവാനുള്ള ത്രാണി ബ്രഹ്മാവിന് ലഭിക്കുന്നതിനു വേണ്ടി 4 ശ്ലോകങ്ങളിൽ ഭാഗവത രഹസ്യത്തെ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു. ഈ ശ്ലോകങ്ങളാണ് ചതുശ്ലോകി ഭാഗവതം എന്നറിയപ്പെടുന്നത്. അഹം ഏവാസമേവാഗ്രേ നാന്യത് യത് സരസത്പരം പശ്ചാത് അഹം യദേച്ഛ യോവശിഷ്യേത സോസ്മ്യഹം ഹൃദേർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാത്മനോ മായാം യഥാ ഭാസോ യഥാ തമഃ. സൃഷ്ടിക്കും മുൻപുള്ള തത്വം ഭഗവാനാണ്. ഭഗവാനിൽ നിന്നും അന്യമായിട്ട് മറ്റൊന്നുമില്ല. നിമിത്ത കാരണവും ഉപാദാന കാരണവും ഭഗവാൻ തന്നെ. മിഥ്യാപ്രപഞ്ചത്തെ സത്യമായി അനുഭവപ്പെടുത്തുന്നത് ഭഗവാന്റെ മായയാണ്. സത്യബോധത്തെ മറയ്ക്കുന്ന ശക്തിയായ മായയും ഭഗവാനിൽ നിന്ന് അന്യമല്ല. സർവഭൂതങ്ങളിലും പ്രവേശിച്ചിട്ടുള്ള ഭഗവാൻ പ്രവിഷ്ടനും അതേസമയം സർവവസ്തുക്കളിലും ആദ്യമേ നിലകൊള്ളുന്നതിനാൽ അപ്രവിഷ്ടനുമാണ്. സർവാത്മകനെങ്കിലും നിർവികാരനും കൂടിയാണ് ഭഗവാൻ. എല്ലാറ്റിലും എല്ലാ കാലത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവത് ശക്തിയെ ആത്മസ്വരൂപമായി അറിയണം എന്നിങ്ങനെയുള്ള വാക്കുകളാണ് ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ സാരാംശം. ഹരേ കൃഷ്ണ.